അതാണ് എനിക്ക്, കാരണം അത്ര നന്നായിട്ട് വന്നിട്ട് ക്ലൈമാക്സ് പ്രഡിക്റ്റ് ചെയ്ത അതേ സൺ തന്നെ ക്ലൈമാക്സിൽ വന്നു. അത് കുറച്ച് വിഷമമായി പോയി. കോമഡിയോ റൊമാൻസോ സെക്സോ ഫൈറ്റോ ഒന്നും അല്ലാത്ത ഒരു വ്യത്യസ്ത മൂവി. കാരണം വിജയരാഘവന് ഉറപ്പായിട്ടും ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. നല്ല പടമാണ്, സൂപ്പർ പടം. ആസിഫ് അലി രക്ഷയില്ലാതായിരുന്നു, സൂപ്പർ. നല്ല പടം, ഉഗ്രം പടം. ഓണത്തിന് ഏറ്റവും ബെസ്റ്റ് പടം അതാ. ഉള്ള ഒരു മിസ്റ്ററി മൂവി പോലെ സാധാരണ കാണാത്ത ഒരു സിനിമ. കോമഡിയോ റൊമാൻസോ സെക്സോ ഫൈറ്റോ ഒന്നും അല്ലാത്ത ഒരു വ്യത്യസ്ത മൂവി. അടിപൊളി സിനിമയാണ് കേട്ടോ. നല്ല നല്ല കഥയാണ്. പുതിയ ഡയറക്ടറാന്ന് തോന്നുന്നു, നന്നായിട്ട് ചെയ്തു. കൊള്ളായിരുന്നു, നല്ല പടം. നല്ല സിനിമയായിരുന്നു. ഒരു വെറൈറ്റി ടൈപ്പ് ഒരു സിനിമയാണ്. ഒരു മെയിനായിട്ട് എടുത്തു പറയേണ്ടത് വിജയരാഘവൻ്റെ അഭിനയം ഭയങ്കര നല്ലതാണ്. പിന്നെ മലയാള സിനിമയിലെ പവർ ഫാക്ടറൊക്കെ കുറഞ്ഞപ്പം ആസിഫ് അലിനെ പോലെ നല്ല ടാലൻ്റുള്ള ആൾക്കാർ ഉയർന്നു വരുന്നുണ്ട്. ആസിഫ് അലിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആസിഫ് അലി, അതുപോലെ തന്നെ അപർണ. ഏറ്റവും എടുത്ത് പറയേണ്ടത് വിജയരാഘവൻ്റെയും ജഗദീഷിൻ്റെയൊക്കെ അഭിനയമാണ്. വിജയരാഘവൻ അടിപൊളി. വിജയരാഘവൻ്റെ കരിയറിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കഥാപാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്റ്റോറിയുടെ ത്രെഡ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി മേക്കിംഗ് ആണ്, ഒരു വെറൈറ്റി ത്രെഡാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമാക്സ് എന്നൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലൈമാക്സ് ഒക്കെ നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയായിരുന്നു. പക്ഷേ ഇൻ്റർവെൽ നല്ല ഒരു സസ്പെൻസിൽ നിർത്തുന്നുണ്ട്. എന്നാലും എനിക്കിതിൻ്റെ ക്ലൈമാക്സ് ഓൾറെഡി എനിക്കിതിൻ്റെ ത്രെഡ് മനസ്സിലായപ്പോഴേ എനിക്കിതിൻ്റെ ക്ലൈമാക്സ് ഏകദേശം എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് എല്ലാവരും പറയുന്ന പോലെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമാക്സ് ഒന്നുമില്ല, എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ ഒരു മേക്കിംഗ് ഒരു കുഴഞ്ഞൊക്കെയുള്ള രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. കണക്റ്റ് ആവും എന്തായാലും മനസ്സിലാവാത്ത രീതിയിലൊന്നും ഇല്ല. കാരണം അത് നല്ല ലോജിക്കലായിട്ട് തന്നെയാണ് അത് ഇതാക്കിയിരിക്കുന്നത്. പിന്നെ മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഓരോരോ അവസ്ഥകളെ അതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു സിനിമയാണ്. ക്ലൈമാക്സ് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് സങ്കടം, സ്വന്തമായിട്ടൊരു സങ്കടം. ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ക്ലൈമാക്സ് വന്നു. അങ്ങനെ വേണ്ടായിരുന്നു, വേറെ രീതിയിൽ ക്ലൈമാക്സ് വരണമായിരുന്നു. അതാണ് എനിക്ക്, കാരണം അത്ര നന്നായിട്ട് വന്നിട്ട് ക്ലൈമാക്സ് പ്രഡിക്റ്റ് ചെയ്ത അതേ സൺ തന്നെ ക്ലൈമാക്സിൽ വന്നു. അത് കുറച്ച് വിഷമമായി പോയി. പടം സൂപ്പറാണ്. കാര്യം രഞ്ജിത്തിൻ്റെ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടേ വെയിറ്റിംഗ് ആയിരുന്നു പടത്തിന്. പിന്നീട് ഇതിൻ്റെ DOP അതുപോലെ തിരക്കഥ സംഭാഷണം ഒരാൾ തന്നെയാണ്, ബാബുൽ സുരേഷ്. സൂപ്പറാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ എന്നൊരു ജോണർ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സെക്കൻഡിലും ഇനി എന്തെന്നൊരു ആകാംക്ഷ നിറച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും എടുത്ത് പറയേണ്ട വിജയരാഘവൻ്റെ അഭിനയമാണ്. കാരണം വിജയരാഘവനും ആസിഫ് അലിയും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ. കാരണം വിജയരാഘവന് ഉറപ്പായിട്ടും ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും ഉറപ്പായിട്ടും കിട്ടും. അത്രയ്ക്ക് നല്ല പെർഫോമൻസാണ്. ആദ്യ അവസാനം ഒരുപോലെ പിടിച്ചെടുത്താൻ പടത്തിന് കഴിയുന്നുണ്ട്. പിന്നെ കൂടെയുള്ള അപർണയാണെങ്കിലും അതുപോലെ ജഗദീഷ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും നിരാശ വരത്തില്ല. നല്ല സൂപ്പർ പടമാണ്. കാരണം ഇതുവരെ അങ്ങനെ മലയാളത്തിൽ അധികം ഫോളോ ചെയ്തിട്ടില്ലാത്ത ആ ഒരു മിസ്റ്ററി ത്രില്ലർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ.